എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചപ്പാത്തിയുടെ മോഡലിൽ പിന്നെ ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശയല്ല, ചപ്പാത്തി ഉണ്ടാക്കാൻ പോണേ. ചപ്പാത്തി റെഡി ആയിക്കോട്ടെ. കണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയത് പരത്തിയത് ഇതാണ് ദോശ മാവിൻ്റെ അയവരാണ് ഞാനിത് പരത്തിയേക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണേ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിശയം തോന്നുന്നല്ലേ, അതേ ചപ്പാത്തിയാണിത്. ഇതാ കണ്ടോ, ചപ്പാത്തി അല്ലേ ഇത്. ഇതാ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നന്നായി പൊങ്ങി വന്നു കേട്ടോ. ചപ്പാത്തി റെഡി. ഇങ്ങനെ കേട്ടോ, ഈ മാവ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണേ കേട്ടോ. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞാനിത് ഉണ്ടാക്കാൻ പോയത് ഇതൊക്കെ ചപ്പാത്തി കേട്ടോ. ചപ്പാത്തി ചിക്കൻ കറിയാണ് ഞാൻ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഴയ്ക്കണ്ട, പരത്തണം, പക്ഷേ കൈ കൊണ്ടും തവി കൊണ്ടൊന്നും പരത്തണ്ട. വെറുതെ ദോശക്കല്ലിൽ നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി. എന്നിട്ട് നന്നായി ഒരു ഭാഗം മീഡിയം ഫ്ലെയിമിലിടണം, അതൊരു കാര്യം. പിന്നെ മാവ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊരു ഭാഗം നല്ലോണം ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ നല്ല ബ്രൗൺ കളറിലൊക്കെ വരും. ചപ്പാത്തിയുടെ അതേപോലെ തന്നെ വരും. നമുക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒട്ടും അറിയില്ല അത് ചപ്പാത്തി അല്ലാന്ന്. അതേമാതിരി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വെറുതെ കുഴച്ചൊന്നുമില്ല, പരത്തിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാനിത് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, അതിൽ വീഡിയോയിലുണ്ട്. എന്നിട്ട് ചപ്പാത്തി ഇത്തിരി ചിക്കൻ കറിയുടെ ഗ്രേവിയാണ് എടുക്കുന്നത്. രാവിലെ തന്നെ എനിക്ക് ചിക്കൻ്റെ പീസൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഗ്രേവി എടുത്തിട്ട് ഞാനിതൊന്ന് കഴിച്ച് നോക്കാം.